ഇമോഷൻസ് കൊടുത്ത് റീസൺ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഹോപ്പണോപ്പണോ പ്രെയർ പറയുമ്പോൾ ആ വ്യക്തി ഈ ലോകത്തിൻ്റെ എവിടെ ഇരുന്നാലും ശരി തന്നെ ഇത് പോയി അവർക്ക് ചേരും, അവരിൽ ഈ മെസ്സേജ് എത്തും. പണിയെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പണി നമ്മിലേക്ക് ധാരാളം വരാൻ തുടങ്ങുകയും ചെയ്യും. അപ്പം നമ്മളിന്ന് ഹോപ്പണോപ്പണോ പ്രെയർ പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പിനും മണിക്കും വേണ്ടിയാണ് പറയുന്നത്. ധാരാളം പേർക്ക് റിലേഷൻഷിപ്പിലാണ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നത്. അത് കാരണം ധാരാളം പേർ സമാധാനമില്ലാതെ ദുഃഖത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഹോപ്പണോപ്പണോ പ്രെയർ വെറുതെ ഒരു 4 വാക്യമായിട്ട് പറയാതെ അതിന് റീസൺ പറഞ്ഞ് ഇമോഷണൽ സ്പീച്ച് കൊടുത്ത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് പോയി ഐ ലവ് യു എന്ന് പറയണം. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ വ്യക്തിയോട് പോയി ഐ ലവ് യു എന്ന് പറയുമ്പോൾ വെറുതെ പോയി ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങളോട് ജീവിക്കാനും ഇഷ്ടപ്പെടുന്നു, ഐ ലവ് യു ഇങ്ങനെ പറയുമ്പോൾ അല്ലേ എഫക്റ്റീവ്. അപ്പോൾ ആ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹോപ്പണോപ്പണോ പ്രെയർ പറയുമ്പോൾ എല്ലാ കുറ്റാരോപണങ്ങളും നമ്മൾ ഏറ്റെടുത്ത് അവരോട് സോറി ചോദിക്കുന്നു. അതാണ് ഇതിൻ്റെ തത്വം. അപ്പോൾ പലരും കമൻസിലൂടെയൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ എല്ലാ കുറ്റാരോപണങ്ങളും ഏറ്റെടുക്കേണ്ടതെന്ന്. നമ്മൾ എല്ലാ കുറ്റാരോപണങ്ങളും ഏറ്റെടുത്ത് അവരോട് സോറി ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നാമത് ഹീലാവുമ്പോൾ തന്നെ അവരോടുള്ള നമ്മുടെ സമീപനം മാറും. അതായത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് മാറുമ്പോൾ തന്നെ അവരിലേക്ക് പോസിറ്റീവ് വൈബ്രേഷൻ പോവുകയും അവർ നമുക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. നമ്പർ 1. നമ്പർ 2, നമ്മൾ എല്ലാ കുറ്റാരോപണങ്ങളും ഏറ്റെടുത്ത് സോറി ചോദിക്കുമ്പോൾ ആ വൈബ്രേഷൻ യൂണിവേഴ്സിലേക്ക് പോകും. അപ്പോൾ ആ യൂണിവേഴ്സ് നമ്മളെ ഇംപ്രസ്സായി നമ്മളെ തിരിഞ്ഞു നോക്കും. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഒരു നല്ല സോളായിരിക്കുന്നു, നമ്മളെല്ലാ കുറ്റാരോപണങ്ങളും ഇവരെ ഏറ്റെടുത്ത് ഇവരെ സോറി ചോദിക്കുന്നു, എത്ര നല്ല സോളാണെന്ന് പറഞ്ഞ് ഈ യൂണിവേഴ്സ് നമ്മിൽ ഇംപ്രസ് ആവുകയും നമ്മൾ എന്ത് കാര്യമാണോ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് അത് നമുക്ക് യൂണിവേഴ്സ് തരികയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ തത്വം. നിങ്ങൾ ഹീലായി അവരോട് പുറത്തു കൊടുക്കണം. എന്നാൽ മാത്രമേ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിങ്ങൾ പറയും പോലെയല്ല നിങ്ങളെ കൂടെ നിൽക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യും, അവർക്കെതിരായിട്ട് പലതും നമ്മൾ ചിന്തിച്ചു കൂട്ടുകയും ചെയ്യും. ആ എനർജി അവരിലേക്ക് പാസ്സാവും. അപ്പോൾ അതേ പ്രവൃത്തി തന്നെ അവർ നിങ്ങളോട് കാണിക്കും, എന്നിട്ട് നിങ്ങൾ തിരിച്ചങ്ങോട്ട് കാണിക്കും. ഇങ്ങനെ ഒരേ റൊട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ചിന്തകളെല്ലാം നെഗറ്റീവ് തോട്ട്സ് എല്ലാം അവരിലേക്ക് ടെലിപ്പതി വഴി പാസ്സാവും. അപ്പോൾ അത് മാറ്റണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹീലാവണം. അതിനു വേണ്ടിയാണ് ഈ ഹോപ്പണോപ്പണോ പ്രെയർ. നമുക്ക് വെറുതെ അങ്ങനെ ഹീലാവാനും ക്ഷമിച്ചു കൊടുക്കാനും ഒന്നും പറ്റില്ല. അതിന് ഈ ഹോപ്പണോപ്പണോ പ്രെയർ, ഈ ഇമോഷണൽ സ്പീച്ച് കൊടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഹോപ്പണോപ്പണോ പ്രെയർ പറഞ്ഞ് തീരുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ സ്ട്രെസ് എല്ലാം ദീർഘനിശ്വാസമായിട്ട് പുറത്തു പോകുന്നതും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഒരു റിലീഫ് കിട്ടുന്നതും റിലാക്സ് ആകുന്നതും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഹോപ്പണോപ്പണോ പ്രെയർ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഈ ഹോപ്പണോപ്പണോ പ്രെയർ എന്ന് പറയുന്നത് 4 വാക്യമാണ്. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതിൽ ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീക്ക് സമാന അർത്ഥം തന്നെയാണ്. എന്നാലും ഐ എം സോറിക്ക് നമ്മൾ ഖേദിക്കുന്നു, പ്ലീസ് ഫർഗീവ് മീ എന്ന് വെച്ചാൽ എന്നോട് ക്ഷമിക്കൂ, താങ്ക് യു, ഐ ലവ് യു. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇമോഷണൽ സ്പീച്ച് കൊടുത്ത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ആ ഇമോഷണൽ സ്പീച്ച് നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത് റിലേഷൻഷിപ്പാണ്. അതിന് നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. അതിനായി നിങ്ങൾ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക, ഒരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെ പോയി നിങ്ങളിരുന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു 5 ടൈംസ് എങ്കിലും ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുക, പതിയെ പുറത്തേക്ക് വിടുക. അപ്പോൾ നമ്മളൊന്ന് ശാന്തമാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിൽ എഫക്റ്റീവായിട്ട് അത് പറയാൻ പറ്റും. അടുത്ത് നിങ്ങൾ ആരെക്കുറിച്ച് ഓർത്താണോ പറയാൻ പോകുന്നത് ഒരു സ്പെസിഫിക് പേഴ്സണെ തിരഞ്ഞെടുക്കാം. എന്നിട്ട് ആ വ്യക്തിയെ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരിക, ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ആ വ്യക്തിയുടെ പുരികത്തിൻ്റെ മധ്യത്തിലായി നോക്കുക. അതിനു മുമ്പ് നിങ്ങളുടെ വലത് കൈയെടുത്ത് ഇടത് നെഞ്ചിൽ വയ്ക്കുക. എന്നിട്ട് അവരെ വ്യക്തമായിട്ടും നിങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുവരിക. അത് കണ്ണുകൾ അടച്ച് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ഈ സ്പീച്ച് പറയുക. ഐ എം സോറി, ഐ എം സോറി, ഐ എം സോറി. ഞാൻ എന്തുകൊണ്ടെന്നാൽ ഞാൻ ധാരാളം സമയം നിങ്ങളെ ബ്ലെയിം ചെയ്തിരിക്കുന്നു, നിങ്ങളാണ് എല്ലാറ്റിനും കാരണമെന്ന് പറഞ്ഞ് ഞാൻ തിങ്ക് ചെയ്തിരിക്കുന്നു. സോ ഐ എം സോറി. ഞാൻ മാത്രമാണ് നല്ലവൾ, നിങ്ങൾ ശരിയില്ല എന്ന് ധാരാളം പ്രാവശ്യം നിങ്ങളെക്കുറിച്ച് മോശമായ ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. സോ ഐ എം സോറി. ഞാൻ എന്ത് തിങ്ക് ചെയ്യുന്നു അത് തന്നെയാണ് അവരും തിങ്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി. ഐ എം സോറി. ചുറ്റിയിരിക്കുന്ന എല്ലാവരും അവരുടെ ലൈഫിൽ ഹീറോ ആണ്, ബട്ട് എൻ്റെ കണ്ണിൽ അവർ തെറ്റായിട്ട് തോന്നി. സോ ഐ എം സോറി.
അവർ എന്നെ വേദനിപ്പിക്കുന്നുവെങ്കിൽ ഞാനും അവരെ എന്തോ കാര്യത്തിൽ വേദനിപ്പിക്കുന്നു, അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഞാൻ ചെയ്യുന്നു. സോ ഐ ആം സോറി. സംടൈംസ് അവർ കാരണം ധാരാളം പാഠങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ അവരെക്കുറിച്ച് ധാരാളം എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരുന്ന് അവരെ ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്ലീസ് ഫർഗീവ് മീ. അവർ എന്നോട് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുകയും എന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ പോയ ജന്മത്തിൽ എന്തോ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ബിഹേവിയർ. അതുകൊണ്ട് തന്നെയാണ് അവർ എനിക്കിങ്ങനെ റിട്ടേൺ തരുന്നത്. സോ പ്ലീസ് ഫർഗീവ് മീ. എൻ്റെ കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സോ പ്ലീസ് ഫർഗീവ് മീ. എൻ്റെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. പക്ഷേ എല്ലാ കുറ്റാരോപണങ്ങളും ഞാൻ നിങ്ങളിൽ ചുമത്തി. ഐ എം സോറി. എൻ്റെ നെഗറ്റീവ് ഫ്രീക്വൻസി കാരണമാണ് നിങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. ഐ എം സോറി. നിങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളും എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. സോ പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു. നിങ്ങൾ കാരണം ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. താങ്ക് യു. എൻ്റെ നെഗറ്റിവിറ്റി നിങ്ങളാണ് കാണിച്ചു തന്നത്. സോ താങ്ക് യു. നിങ്ങൾ കാരണം ധാരാളം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നല്ലത് നടന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ അതൊന്നും മനസ്സിലാക്കിയില്ല. സോ താങ്ക് യു. നിങ്ങൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു. ഞാൻ എങ്ങനെ സംസാരിക്കണം, ഞാൻ ജീവിതത്തിൽ എങ്ങനെ തീരുമാനമെടുക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഓരോരോ പാഠങ്ങൾ ഓരോരോ ഘട്ടത്തിലായി നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. സോ ഐ ലവ് യു. നിങ്ങൾ എന്നെ ഓരോ നിമിഷവും എന്നെ ഷാർപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഓരോരോ പാഠങ്ങൾ പഠിപ്പിച്ച് എന്നെ ഷാർപ്പാക്കി എന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. സോ ഐ ലവ് യു. നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടായത്. സോ ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇമോഷൻസ് കൊടുത്ത് റീസൺ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഹോപ്പണോ പ്രെയർ പറയുമ്പോൾ ആ വ്യക്തി ഈ ലോകത്തിൻ്റെ എവിടെ ഇരുന്നാലും ശരി തന്നെ ഇത് പോയി അവർക്ക് ചേരും. അവരിൽ ഈ മെസ്സേജ് എത്തും. അവർ അതിനനുസരിച്ച് നിങ്ങളോട് ബിഹേവ് ചെയ്യും. അതുപോലെ മണിയുടെ കാര്യത്തിൽ നമ്മൾ മണിയെ വിഷ്വലൈസ് ചെയ്ത് ഈ ഇമോഷൻസും റീസൺസും പറഞ്ഞ് ഐ എം സോറിയും ഐ ലവ് യുവും താങ്ക് യു ഒക്കെ പറയുമ്പോൾ നമ്മുടെ മണിക്ക് നമ്മൾ അത്രയും റെസ്പെക്റ്റ് കൊടുത്ത് മണിയോട് നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും ഇതുവരെ ഏറ്റു പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ മണി നമ്മിലേക്ക് അട്രാക്റ്റ് ആവുകയും ധാരാളം മണി നമ്മിലേക്ക് വരികയും ചെയ്യും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മണിക്ക് വേണ്ടിയാണ് പറയാൻ പോകുന്നത്. നിങ്ങളെ റിലേഷൻഷിപ്പും മണിയും ഒരുമിച്ച് ചെയ്യേണ്ട. ഇപ്പോൾ ഒരു സമയം നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഇന്നൊരു സമയം നിങ്ങൾക്ക് മണിക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതേ പ്രോസസ്സ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ എടുത്തിട്ട് വലത് കൈ എടുത്ത് ഇടത് നെഞ്ചിൽ വെച്ച് നിങ്ങൾ മണി നിങ്ങളുടെ പൈസ ഉണ്ടല്ലോ അതിൻ്റെ ആ നോട്ട് 100 രൂപയോ 500 രൂപ നോട്ടോ എന്തെങ്കിലും നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഈ സ്പീച്ച് പറയുക. ഐ എം സോറി. ഐ എം സോറി. ഐ എം സോറി. എത്രയോ ദിവസം നിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കാതെ ഇരുന്നിരിക്കുന്നു. സോ ഐ എം സോറി. ഡിയർ മണി, സംടൈംസ് നിന്നെ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിരിക്കുന്നു. സോ ഐ എം സോറി. ധാരാളം പണം വന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോലും നന്ദി പറയാതെ ഇരുന്നിരിക്കുന്നു. സോ ഐ എം സോറി. പണത്തിനെ ഞാൻ വേസ്റ്റായിട്ട് ചിലവാക്കിയിരിക്കുന്നു. ധാരാളം ടൈംസ് ചിലവാക്കിയിരിക്കുന്നു. സോ ഐ എം സോറി. ചെറിയ പ്രായത്തിലൊന്നും എനിക്ക് ഈ പണത്തിൻ്റെ വാല്യൂ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ നിന്നോട് ഞാൻ പെരുമാറിയിരിക്കുന്നു. സോ പ്ലീസ് ഫർഗീവ് മീ. നിന്നെ ഞാൻ വെറും ഒരു യൂസിന് മാത്രം ഉപയോഗിച്ചിരിക്കുന്നു. ഒരു നന്ദിയില്ലാത്തവളായി ഞാൻ ഇരുന്നിരിക്കുന്നു. സോ പ്ലീസ് ഫർഗീവ് മീ. നിനക്കൊരു റെസ്പെക്റ്റും ഇല്ലാതെ അവിടെ എവിടെയായിട്ട് നിന്നെ ഞാൻ എടുത്തിട്ടിരിക്കുന്നു. ഒരു വൃത്തിയില്ലാതെ ഞാൻ വച്ചിരുന്നിരിക്കുന്നു. നീ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്തു തന്നിരിക്കുന്നത്, എന്നിട്ടും നിന്നോട് ഞാൻ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ ബിഹേവ് ചെയ്തിരിക്കുന്നു. പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഞാനിന്ന് ജീവനോടെ ഇരിക്കാൻ തന്നെ കാരണം നീയാണ്. സോ താങ്ക് യു. ഞാനിന്ന് പഠിക്കാനും ഈ വീഡിയോ എടുക്കാനും ഈ ഫോൺ വാങ്ങാനും എല്ലാറ്റിനും കാരണമായിരിക്കുന്നത് നീയാണ്. സോ താങ്ക് യു. ചെറിയ പ്രായം മുതൽ ഇന്ന് വരെ എന്നെ വളരാൻ സഹായിച്ചത് നീയാണ്. നീ ഇല്ലാത്ത ഒരു ജീവിതത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടെ കഴിയില്ല. സോ താങ്ക് യു. താങ്ക്സ് പറഞ്ഞാൽ ഇങ്ങനെ താങ്ക്സ് പറഞ്ഞിട്ടേയിരിക്കും. അത്രയ്ക്ക് എണ്ണിയാൽ തീരാത്ത കാര്യങ്ങളാണ് നീ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഐ ലവ് യു. ഐ ലവ് യു. ഞാൻ നിന്നെ വെറും പണമായിട്ട് മാത്രം നോക്കാതെ നിന്നെ ഞാൻ എൻ്റെ ദൈവമായിട്ട് നോക്കുന്നു. കാരണം നീ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും നടക്കില്ല. സോ ഐ ലവ് യു.
ഞാൻ നിന്നെ ലക്ഷ്മി ദേവിയായിട്ട് നോക്കുന്നു. ഐ ലവ് യു. ഞാൻ നിനക്കിനി ധാരാളം മര്യാദ കൊടുക്കും. ഐ ലവ് യു. നിന്നെ ഞാൻ ഇനി റെസ്പെക്റ്റ് ചെയ്യും. നല്ല വൃത്തിയായിട്ട് ഞാൻ നിന്നെ സൂക്ഷിക്കും. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. അപ്പോൾ എല്ലാം നിങ്ങൾ വളരെ ഇമോഷൻസ് കൊടുത്ത് ഫീൽ ചെയ്ത് പറയുമ്പോഴാണ് നമുക്ക് ഒരു ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.